ഹലോ പ്രേക്ഷകരെ, ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ചെന്നൈയിലെ ഒരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ക്യാപ്ചർ ചെയ്യുന്നത്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ചെന്നൈയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലെ കാഴ്ചയാണ് കാണിച്ചു തരുന്നത്. ലോഡ് വണ്ടികൾ വരികയാണ് കേട്ടോ. അവിടേക്കുള്ള ട്രെയിനിലേക്കുള്ള പാർസലുകൾ കൊണ്ടുപോകാൻ വേണ്ടി 3 ചക്രമുള്ള ആ ഒരു ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഫുഡ് ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. കുറേ മലയാളികളാണ്. ഇത് ബുക്കിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. അതുപോലെ നല്ലൊരു മനോഹരമായ കാഴ്ച, ഫുള്ള് ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുമായി ഞാൻ ക്യാപ്ചർ ചെയ്യുന്നത്. പ്രേക്ഷകരെ, നല്ല കണ്ടമാനം ജനങ്ങൾ, അഷ്ടദിക്കുകളിൽ നിന്ന് വന്ന ആളുകളുടെ ഒരു തിക്കും തിരക്കും അവരുടെയൊക്കെ ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വയ്യാത്തവർക്ക് പോകാനുള്ള വണ്ടി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വിജയാണ് നമുക്ക് ഇവിടുത്തെ മിനിസ്റ്ററെങ്കിൽ അവിടെ ഒരുപാട് പാവപ്പെട്ടവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് കേട്ടോ. ഏകദേശം ഇത് ടൗണല്ലേ, സിറ്റി, ചെന്നൈ സിറ്റിയിലോട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്, സെൻട്രൽ സിറ്റിയിലോട്ട്. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് സ്പോട്ടും തിരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് നമുക്കിവിടെ ഫ്രൂട്ട്സുകൾ, പഴവർഗ്ഗങ്ങൾ ഇറക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കുള്ള ഷോപ്പുകൾക്കൊക്കെ അയക്കാറുണ്ടോ ഡെലിവറി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ചെന്നൈയിൽ നിന്ന് ഞാൻ നിങ്ങളുമായി ക്യാപ്ചർ ചെയ്യുന്നത് പ്രേക്ഷകരെ. അപ്പോൾ ചെന്നൈയുടെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പുറം ഭാഗം, ചെറിയൊരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. ഇത് മെയിൻ എൻട്രി അല്ലേ? മെയിൻ എൻട്രി ആണ് കേട്ടോ. ഇത് ചെന്നൈൻ്റെ മെയിൻ എൻട്രിയാണ്. ഈ എൻട്രി എന്ന് പറയുമ്പോൾ വലിയൊരു വിപുലതയൊന്നും കാണാനില്ല. നീളത്തിൽ അങ്ങനെ കാഴ്ച ഉണ്ടെങ്കിലും ഒരു എൻട്രി ആകുമ്പോൾ അതിൻ്റെതായ ഒരു ഗെറ്റപ്പ് ആണല്ലോ, അതിന് കുറച്ച് കമ്മിയാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇതാണ് പുറത്തേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ ഫുഡ് സ്പോട്ട് തേടിയിട്ടുള്ളൊരു പോക്കാണ് കേട്ടോ. നമ്മുടെ കൂടെ സലീം ഭായി ഉണ്ട് കേട്ടോ, പാലക്കാടിൽ നിന്ന്. ഇവരൊരു ബിസിനസ് മാനാണ്, പല ബിസിനസ്സുകളായിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഹോട്ടലിലേക്കാണ് നമ്മൾ കയറുന്നത്. എല്ലാവരും ഇവിടെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകരെ. അപ്പോൾ നമ്മൾ കൈ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ചെന്നൈ ന്യൂ സെൻട്രൽ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല മനോഹരമായ കാഴ്ച, നല്ല അതിൻ്റെ സൈഡിൽ ഫ്രൂട്ട്സുകളൊക്കെ കച്ചവടം ചെയ്യുന്ന കാഴ്ച ഉന്തുവണ്ടിയിൽ, അതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകരെ. അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് കയറുകയാണ് കേട്ടോ. ചെന്നൈയുടെ ആ ഒരു തിരക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പുറത്ത് ചെറിയ കച്ചവടങ്ങൾ പൊടി പൊടിക്കുന്നുണ്ട്, ചെറിയ തട്ടുകടകളും അതുപോലെ ഉന്തുവണ്ടി കച്ചവടങ്ങളും പഴങ്ങളും ഫ്രൂട്ട്സുകളും മാലകളും അതുപോലെ ഫാൻസി ഐറ്റംസുകളൊക്കെ കൊട നിർത്തി ആ ചൂടൊന്നും വകവെക്കാതെ തൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി പാടുപെടുന്ന അമ്മച്ചിമാരുടെ ഒരു കാഴ്ചയാണ് ചെന്നൈ മെട്രോ സ്റ്റേഷന്റെ പുറത്ത് നിന്ന് ഞാൻ നിങ്ങളുമായി ക്യാപ്ചർ ചെയ്യുന്നത്. അവിടേക്ക് വണ്ടി മേൽപ്പാലത്തിലൂടെ അങ്ങനെ വണ്ടി വരുന്ന ഒരു മനോഹരമായ കാഴ്ചയും പ്രേക്ഷകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വാൾക്ക് ഏരിയയാണ് കേട്ടോ ചെന്നൈ മെട്രോ സ്റ്റേഷന്റെ പുറത്ത് നിന്ന്. അപ്പുറത്തൊക്കെ കണ്ടമാനം വേസ്റ്റ് വെള്ളം പോകുന്ന ഒരു കാഴ്ചയും മെട്രോ സ്റ്റേഷന്റെ ഒരു വേറൊരു കാഴ്ചയാണ്. കണ്ടമാനം പാണ്ഡികളും തമിഴന്മാരും അണ്ണന്മാരും ചെന്നൈക്കാരും കണ്ടമാനം നടക്കുന്ന ദരിദ്രനാരായണന്മാരുള്ള ഒരു നല്ലൊരു ഹിഡൻ സ്പോട്ടാണ്, ഒരു ടൗണാണ് ചെന്നൈ എന്ന് പറയുന്ന ഈ വലിയ പ്രദേശം കേട്ടോ. തമിഴ്നാടിൻ്റെ ഹൃദയഭാഗം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഒരുപാട് പാവപ്പെട്ടവരും അതുപോലെ പണക്കാരും എല്ലാവരും ജീവിക്കുന്ന ഒരു വലിയ സ്പോട്ടാണ് ചെന്നൈ എന്ന് പറയുന്ന ഈ മഹാപട്ടണം. അങ്ങനെ ഞാനും റിയാസ് ഭായിയും ഞങ്ങളിതാ മറീന ബീച്ചിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ. എമ്മാര് വലിയ കെട്ടിടാങ്ങാണ്, ചെന്നൈയിലെ ഒരു മനോഹരമായ കെട്ടിടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ലൊരു ഉസാറ് കാഴ്ച. ഏകദേശം ചെന്നൈ ഫോർട്ട് എത്താനായിട്ടുണ്ട്. ഗവൺമെന്റ്
ഗവൺമെൻറ് കോളേജാണ് കേട്ടോ, അത് ഡെൻ്റൽ കോളേജാണ് ചെന്നൈയിൽ. ആ ഒരു കെട്ടിടമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ തമിഴ്നാട്ടിലെ ഹൈക്കോർട്ടാണ് ചെന്നൈയിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പല്ല, ഇവിടെ നിർത്തിയതാണ്. വേറെ വണ്ടി വരാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ നിർത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ചെന്നൈയിലെ ഹൈക്കോർട്ട്. നമ്മുടെ കൊച്ചിയിലാണ് കേരളത്തിലെ ഹൈക്കോർട്ട്, പക്ഷേ ഇവിടെ ചെന്നൈയിലെ ഹൈക്കോർട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മുടെ കൊച്ചിയേക്കാളിൽ ഒന്നുകൂടി ഒരു വിശാലത ഉള്ളൊരു, വല്ലാതെ വലിയൊരു ഹൈ ടൗണൊന്നും അല്ലാത്തൊരു സ്ഥലത്താണ് കേട്ടോ. നല്ല വിശാലത ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം മറീന ബീച്ചിലേക്ക് എത്താനായിട്ടുണ്ട്. ട്രെയിനിൽ ഏകദേശം തിരക്കുകളൊക്കെ ഉണ്ട്, ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രേക്ഷകരെ, ഞാൻ മറീന ബീച്ചിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് എടുത്തിട്ടില്ല, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവിടെ നല്ല തണലിൽ നല്ല കാറ്റടിക്കുന്ന സ്ഥലത്ത് ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. വൈകിട്ടാണ് എണീറ്റത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. നല്ല കാഴ്ച വേറെ വരുന്നുണ്ട്.